പുണ്യവഴിയിലൂടെ പുൽക്കൂട്ടിലേക്ക് എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുണ്യവഴിയിൽ ഇന്ന് നമ്മൾ കാണുക പൂജ്യരാജാക്കന്മാരെ കുറിച്ചിട്ടാണ്. ഈശോയെ ആരാധിച്ച് കാഴ്ചകൾ സമർപ്പിച്ച പൂജ്യരാജാക്കന്മാർ. ഈശോയെ കണ്ട് ആരാധിച്ച് കാഴ്ചകൾ സമർപ്പിച്ചതിന് ശേഷം വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വപ്നത്തിൽ കിട്ടിയ മുന്നറിയിപ്പ് അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. നമ്മളും ദൈവത്തെ കണ്ട് ആരാധിക്കുന്നവരാണ്. വിശുദ്ധ കുദാശകളിലൂടെ ഈശോയെ തൊട്ട് അനുഭവിക്കുന്നവരാണ്. ഈശോയെ കണ്ട് ആരാധിച്ചതിന് ശേഷം നമുക്കും പൂജ്യരാജാക്കന്മാരെ പോലെ മറ്റൊരു വഴിയെ പോകാനുള്ള ഒരു വിളിയാണുള്ളത്. പാപത്തിന്റെ വഴിയിൽ നിന്ന് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ആർദ്രതയുടെയും ക്ഷമയുടെയൊക്കെ വഴിയിലൂടെ നടക്കാനുള്ള ഒരു വിളിയാണ് നമുക്ക് ഉള്ളത്. ഈ ഒരു ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. പാപത്തിന്റെ വഴിയിൽ നിന്ന് സ്നേഹത്തിന്റെയും കരുണയുടെയൊക്കെ വഴിയിലൂടെ നടക്കാനും അങ്ങനെ നല്ല നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാനും